കണ്ണൂർ കോർപ്പറേഷനിലെ വാരം ഡിവിഷനിൽ മത്സരരംഗത്ത് ഉറച്ചു നിൽക്കുമെന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി റയീസ് അസ്ഹരി മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായി തന്നെയാണ് മത്സരിക്കുന്നത്. ലീഗ് ജില്ലാ നേതൃത്വത്തിന്റെ തെറ്റായ നിലപാടിനെതിരെയാണ് മത്സരം. ഡിവിഷന് പുറത്തു നിന്നുള്ളവരെ മത്സരിപ്പിക്കരുതെന്ന പ്രവർത്തകരുടെ ആവശ്യം KP താഹിറിന് വേണ്ടി ജില്ലാ നേതൃത്വം അട്ടിമറിച്ചതായും റയീസ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വാരം ഡിവിഷനിൽ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ ആവശ്യം പരിഗണിക്കാതെയാണ് ജില്ലാ നേതൃത്വം സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചതെന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന റയീസ് അസ്ഹരി പറഞ്ഞു. ലീഗ് പ്രവർത്തകരുടെ പിന്തുണയോടെയാണ് താൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. തന്നെ മറ്റൊരു വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥിയായി ചിത്രീകരിക്കരുത്. ഡിവിഷന്റെ വികസന കാഴ്ചപ്പാടോടെയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. കോർപ്പറേഷന്റെ രൂപീകരണം മുതൽ പ്രദേശത്തെ ലീഗ് പ്രവർത്തകർ അവഗണന നേരിടുന്നുണ്ട്. പാർട്ടിയുടെ കൺവെൻഷനിൽ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എന്നാൽ സാമാന്യ മര്യാദ പോലും പാലിക്കാതെയാണ് സ്ഥാനാർത്ഥിയെ ഏകപക്ഷീയമായി നിശ്ചയിച്ചത്. ജില്ലാ നേതൃത്വം കൃത്യമായ ചർച്ചയ്ക്കും തയ്യാറായില്ല. അബ്ദുറഹിമാൻ കല്ലായി ഇടപെട്ട് ചർച്ച നടത്താൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. പക്ഷേ അതും ഉണ്ടായില്ലെന്നും റയീസ് പറഞ്ഞു. നമ്മുടെ ചർച്ചയുടെ തുറന്ന വാതിലുകൾ എന്ന് പറയുന്നത് നോമിനേഷൻ ടൈം വരെയാണ്. ആ നോമിനേഷൻ ടൈമിന്റെ അവസാന ഘട്ടം വരെ തുറന്ന വാതിലുകൾ വെച്ചുകൊണ്ടുള്ള ചർച്ചയ്ക്ക് നോമിനേഷന്റെ അവസാന സമയം, ആ സമയം വരെ ജില്ലാ നേതൃത്വം ഒരാളും നമ്മളുമായി ബന്ധപ്പെട്ടിട്ടില്ല. ചില കോണുകളിൽ നിന്ന് ഒറ്റപ്പെട്ട നീക്കങ്ങൾ ഉണ്ടായി എന്നല്ലാതെ ഔദ്യോഗികപരമായി ഒരു നീക്കങ്ങളും ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. നോമിനേഷൻ നൽകി, വെള്ളിയാഴ്ച നോമിനേഷൻ നൽകി, അവസാന സമയമാകുമ്പോൾ 2:30-2:45 2:45 ഇടയിൽ ഒരു ജില്ലാ നേതാവ് നമ്മളെ ബന്ധപ്പെട്ടു, നമുക്ക് ചർച്ചയ്ക്ക് ഇരിക്കാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹത്തോട് നമ്മൾ പറഞ്ഞു, ഇനി നമ്മുടെ മുന്നിൽ സമയമില്ല, കാരണം എന്താ, നോമിനേഷൻ 3 മണിക്ക് അവസാനിക്കുകയാണ്. ഇനി എന്ത് ചർച്ച ചെയ്താലും മാറ്റിത്തിരുത്തലുകൾക്ക് എന്തുണ്ട്, പ്രയാസമുണ്ട്. ഇനി ചർച്ച മുന്നോട്ട് പോയത് കൊണ്ട് എന്തില്ല, വലിയ കാര്യമില്ല, പല വാതിലുകളും അടക്കപ്പെട്ടു എന്ന് അദ്ദേഹത്തോട് കൃത്യമായി നമ്മൾ പറയുകയുണ്ടായി. ലീഗ് നേതൃത്വം തോൽവി ഭയന്ന് തന്റെ പത്രിക തള്ളിക്കാൻ ശ്രമിച്ചു. പ്രശ്നം നല്ല രീതിയിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ തയ്യാറല്ല എന്നതിന്റെ തെളിവായിരുന്നു ആ ശ്രമം. മുസ്ലിം ലീഗ് എന്നതിനപ്പുറം മറ്റൊരു രാഷ്ട്രീയ ചിന്താഗതി തങ്ങൾക്കില്ല. ജയിക്കും എന്ന ഉറച്ച വിശ്വാസവുമുണ്ട്. ലീഗ് പ്രവർത്തകർ ഒറ്റക്കെട്ടായാണ് തങ്ങൾക്ക് പിന്നിലുള്ളതെന്നും റയീസ് പറഞ്ഞു. താൻ സമസ്തയുടെ സ്ഥാനാർത്ഥിയല്ലെന്നും ജയിച്ചാൽ ആർക്കൊപ്പം നിൽക്കും എന്നിപ്പോൾ പറയുന്നില്ലെന്നും റയീസ് അസ്ഹരി വ്യക്തമാക്കി. പിന്നെ എല്ലാ സമയത്തും രാഷ്ട്രീയ നിലപാടുകൾ, അതുപോലെ ഒരു വ്യക്തിയുടെ നിലപാടുകൾ ഒരേ സമയത്ത് സമൂഹത്തിൽ ചർച്ചകൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ നിലപാടുകൾ മാറിക്കൊണ്ടിരിക്കും. ഇത് ഇന്ത്യൻ ഭരണഘടന മാറാതിരിക്കാൻ വേണ്ടി, അത് ഭരണഘടനയുടെ മാറ്റാൻ വേണ്ടി പോകാൻ അന്നേരം പിന്നെ ഇത് നിലപാട് മാറാതിരിക്കും. അത് ചർച്ചയേ ഇല്ല, എന്നല്ലേ പിന്തുണ പോക്ക്. അങ്ങനെ ഒരു വിഷയമില്ല നമ്മുടെ ഡിവിഷനിൽ, അങ്ങനത്തെ ഒരു ചർച്ചയേ ഇല്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് മാധ്യമ സുഹൃത്തുക്കളോട് നമ്മൾ ആവശ്യപ്പെടും, ആ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുവരരുത്. അങ്ങനെ ഒരു വിഷയേ ഇല്ല. അതോട് നമ്മളോട് സഹകരിക്കണം. ജയിച്ചാൽ സമയമുണ്ടല്ലോ, നമുക്ക് ചർച്ച ചെയ്യാം. മുസ്ലിം ലീഗിന്റെ ശാഖ നേതാക്കളാണ് തനിക്കൊപ്പമുള്ളതെന്നും റയീസ് അസ്ഹരി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ P. ഹംസ ഹാജി, കൺവീനർ അബ്ദുൾ സമദ് പടിക്കൽ, VK അബ്ദുൾ ജബ്ബാർ, PC നൂറുദ്ദീൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.